നമസ്കാരം. സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുവർഷത്തിൽ പുതിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമായിട്ട് നാം ഏവരും ചുവടുവെക്കുകയാണല്ലോ. ഈ ഒരു അവസരത്തിൽ നമ്മൾ ലക്ഷ്യങ്ങളൊക്കെ നേടേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചാർട്ട് ചെയ്ത് എഴുതിയൊക്കെ വെക്കും. ഈ സമയം നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി ദുഃഖം തോന്നുമോ, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറ്റു ചില വ്യക്തികൾ, നമുക്ക് ഒത്തിരി സ്നേഹമുള്ള അല്ലെങ്കിൽ ഒരു അടുപ്പം തോന്നുന്ന വ്യക്തികളോട് പോയി പറയുമ്പോൾ അവരിൽ പലരും നമുക്ക് തിരിച്ചു തരുന്നത് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ഊർജം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീല്, ആ ഒരു ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അവയൊക്കെ ഊറ്റിയെടുക്കുന്ന രീതിയിൽ നമ്മളെ ഇമോഷണലി വളരെയധികം വിഷമിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി വ്യക്തികൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകും. ആ വ്യക്തികൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യുന്നുവെങ്കിൽ അവരെയാണ് നമ്മൾ പറയുന്നത് എനർജി വാമ്പയേഴ്സ് എന്ന്. അതായത് നമ്മളുടെ ഊർജത്തെ ഊറ്റിയെടുക്കുന്ന രക്തരക്ഷസുകൾ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഈ പറയുമ്പോൾ നമ്മളിൽ പലരും, ഓരോരുത്തരും മറ്റു ചില വ്യക്തികളുടെ എനർജി വാമ്പയേഴ്സ് ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയോ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ രീതിയിലാണോ സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് മാറ്റാനായിട്ടും കൂടെ ശ്രമിക്കുക. അപ്പോ ഈ എനർജി വാമ്പയേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഉദാഹരണം, നമ്മളുടെ കുടുംബത്തിൽ തന്നെ ഉള്ള ചില ആൾക്കാർ, ചില വ്യക്തികൾ, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷകരമായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി. നിങ്ങൾ പെട്ടെന്ന് ഒരു കസിനെയോ ഫോൺ ചെയ്ത് പറയുമ്പോൾ അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്, ഓ ഇതിലൊന്നും വലിയ കാര്യമില്ല, അല്ലെങ്കിൽ ഇതിനേക്കാളും മേളിൽ അച്ചീവ്മെന്റ് നേടിയിട്ടുള്ള ഏതെങ്കിലും വ്യക്തിയായിട്ട് പറയും, അവർക്ക് അത് കിട്ടി ഇത് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളെ വളരെ താഴ്ത്തി കെട്ടാനായിട്ട് ശ്രമിക്കും. ഇനി മറ്റു ചില ആൾക്കാരുണ്ട്, വളരെയധികം സുഹൃത്ത് ബന്ധമൊക്കെയാണ്. എപ്പോ ഫോൺ ചെയ്താലും അപ്പൊ തന്നെ കാശ് കടം ചോദിക്കും. നമ്മൾ കുറച്ച് എമൗണ്ട് ഒക്കെ കൊടുത്ത് സഹായിക്കാറുമുണ്ട്. എന്നാൽ തിരിച്ചോട്ട് കിട്ടുകയില്ല. നമ്മളത് ചോദിച്ചാലോ അത് ചിലപ്പോ ഒരു വഴക്കിലേക്കോ ഒരു പ്രശ്നത്തിലേക്കോ, ആ സുഹൃത്ത് ബന്ധം തന്നെ അവിടെ വെച്ചിട്ട് നിർത്താനായിട്ട് അവർ ശ്രമിക്കുകയും, ഇല്ലെങ്കിൽ പറയും നിനക്കിപ്പോ ഈ കാശിന്റെയൊക്കെ ആവശ്യമുണ്ടോ, നീ ഇതിനേക്കാളും കാശ് ഉണ്ടാക്കുന്നതല്ലേ എന്ന് ചോദിച്ച് ഒരു ബൗണ്ടറി അവരവിടെ സെറ്റ് ചെയ്ത് വെക്കും, തടയിട്ട് നിർത്തും. മറ്റു ചില ആൾക്കാരുണ്ട്, നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാകും. നമ്മൾ അത് പോയി പറയുമ്പോൾ അവര് തിരിച്ച് നമ്മളോട് അവരുടെ ഇതിനേക്കാളും ഇരട്ടിയുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ കേൾക്കാൻ പോലും തയ്യാറാകില്ല. അവരുടെ ദുഃഖങ്ങളിലും വിഷമങ്ങളിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളെ കേൾക്കാൻ തയ്യാറാവില്ല. അവിടെ വെച്ചിട്ട് നമുക്ക് നഷ്ടമാകുന്ന എന്താണ്? നമ്മളുടെ വിലപ്പെട്ട സമയമാണ്. ചില അയൽവാസികൾ നമുക്കിടയിലുണ്ട്. നമ്മൾ ഏത് കാര്യം പോയി പറഞ്ഞാലും അതിനൊക്കെ ഒരു ഗോസിപ്പായിട്ട് മാറ്റുകയും, നമ്മൾ പറയാത്ത കാര്യങ്ങളെ കൂടെ വളച്ചൊടിച്ചുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുകയും മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യുകയും, നമ്മളെ കുറിച്ച് മോശം പറയുക, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് വളരെ നിലവാരം കുറഞ്ഞതാണ്, അല്ലെങ്കിൽ നമ്മൾ വളരെ ആർഭാടത്തോടെ ജീവിക്കുന്നു, നമുക്ക് കാശില്ലാത്തത്, ഒരു നഷ്ടം, ദാരിദ്ര്യം ഒക്കെ വന്നതിന് കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മൾ അവർക്ക് നമ്മളെ കുറിച്ച് കൂടുതൽ ഒന്നും അറിയില്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടതെന്ന്. ചില ബന്ധുക്കളുണ്ട്, നമ്മള് ലൈഫിലെ അല്ലെങ്കിൽ ഒരു കരിയറിൽ ഒരു ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന സമയം, അതായത് ജോലി ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മളൊരു മെന്റലി പ്രിപ്പറേഷനിൽ നിൽക്കുന്ന ഒരു സമയത്ത് ചില കസിൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് വന്നിട്ട് കുറേ ഉപദേശം നമുക്ക് തരും. ഒന്നുകിൽ ആ ജോലി കളഞ്ഞത് ഏറ്റവും മോശമായിട്ടുള്ള ഡെസിഷൻ ആണെന്ന് പറയും, ഇല്ലെങ്കിൽ അവര് തന്നെ കുറെ ജോലികൾ സജസ്റ്റ് ചെയ്യും. അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലെങ്കിൽ പോലും ആരെങ്കിലും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അത് സജസ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ലൈഫ് വളരെയധികം മോശമാണ്, നിങ്ങൾ ആ ബിസിനസ് തുടങ്ങിയാൽ നഷ്ടം വരും, ഈ ബിസിനസ് തുടങ്ങി. കാരണം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഉള്ള ജോലിയെ വിട്ടിട്ട് നമ്മൾ പുതിയൊരു ജോലിയിലേക്ക് വരാമെന്ന പ്ലാനിൽ നമ്മൾ കുറച്ച് ദിവസം ഒരു ബ്രേക്ക് എടുക്കുന്നത്. ആ സമയം നമ്മുടെ മൊത്തം ആത്മവിശ്വാസത്തിനെയും താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ നമ്മളോട് സംസാരിക്കാറുണ്ട്. ഇനി ചില മാതാപിതാക്കളുണ്ട്, അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരുടെ കുട്ടികൾ ആ ഒരു കരിയർ ഓപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവര് എത്ര കാലം പുതിയൊരു ജോലിയിൽ ഏർപ്പെട്ട് നിൽക്കുന്നാലും ഈ ചില മാതാപിതാക്കൾ എപ്പോഴും അവരെ കുറ്റപ്പെടുത്താറുണ്ട്. അന്ന് നീ അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ, അന്ന് നീ ഇങ്ങനെ പോയിരുന്നെങ്കിൽ, ഇന്ന ആളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ നിന്റെ ലൈഫ് ഇങ്ങനെ ഒന്നും ആയിത്തീരില്ല. നിരന്തരം ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ പോവുകയും നമ്മൾ വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു സമയത്താണെങ്കിൽ കൂടി ഇങ്ങനെ കേൾക്കുമ്പോഴും നമ്മളുടെ എനർജി വളരെയധികം ഡ്രെയിൻഡ് ആയി മാറാറുണ്ട്. ഇനി നിങ്ങളുടെ ജീവിത പങ്കാളി, ഒപ്പം ജീവിക്കുന്ന ആളാകുമ്പോൾ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ദിവസവും കേൾക്കേണ്ടി വരും. നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഓഫീസിലൊരു കോവർക്കർ, അയാള് നമ്മളെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, നമുക്കും അയാളെ കുറിച്ച് അറിയില്ല. എന്നിരുന്നാൽ പോലും ഒരു ദിവസം അയാളെ കണ്ട് നമ്മളൊന്ന് പുഞ്ചിരിച്ചില്ലെങ്കിൽ അയാൾ പറയും നമുക്ക് ഭയങ്കര ജാടയാണ്,
നമ്മളെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ടുള്ള ഗോസിപ്സ് ഉണ്ടാക്കി എല്ലാ സെക്ഷൻസിലും അയാൾ അറിയിച്ചു കൊടുക്കും. അപ്പൊ ഇങ്ങനെ അയാൾ അറിയിക്കുന്ന ഗോസിപ്സ് നമ്മളുടെ ചെവിയിൽ എത്തുകയും ചെയ്യും. ചെറിയ രീതിയിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു സംരംഭകയോ ഒക്കെയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഈ ഒരു മേഖലയിൽ കടന്നു വരുന്ന സമയത്ത് ആദ്യം കുറച്ചു പേര് പറയും നിന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് നഷ്ടമാണ്, ഇങ്ങനെ നമ്മളെ കുറെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതിലൊന്നും വകവയ്ക്കാതെ നമ്മൾ ഇതിൽ തന്നെ മുന്നിട്ടിറങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ പറയും എന്താണ്, അയ്യോ ഇവൾക്ക് ഇപ്പൊ ഒത്തിരി ഓർഡർ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, ഇവിടെ നിന്നാണെന്നറിയില്ല ഇത്രയും ആൾക്കാരെ ഇവള് കണ്ടുപിടിക്കുന്നത്, ഫുൾ ടൈം മൊബൈലുമായിട്ട് ഇരിപ്പാണ്, ഇങ്ങനെ കുറെ കുറ്റപ്പെടുത്തലുകൾ. ഇതൊക്കെ നമ്മൾ പല ആൾക്കാരിലൂടെ നമ്മളുടെ ചെവിയിൽ തന്നെ എത്തും. അപ്പൊ ആ സമയം നമ്മൾ വിചാരിക്കും എന്താണ്, ഇത്രയും ആൾക്കാർ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്, ഞാൻ എന്ത് വീഡിയോ ഇടുന്നു, ഞാൻ എന്ത് പോസ്റ്റ് ചെയ്യുന്നു, ഞാൻ വാട്സപ്പിൽ എന്ത് ചെയ്യുന്നു, എന്റെ കസ്റ്റമേഴ്സ് ആരൊക്കെ, ഇതൊക്കെ ഇവരെപ്പോഴും നോക്കിക്കൊണ്ടേ ഇരിക്കുവാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ വറീഡ് ആകാൻ തുടങ്ങും. ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവക്കാരായിട്ടുള്ള ധാരാളം വ്യക്തികൾക്കിടയിലാണ് നാം ഏവരും ജീവിക്കുന്നത്. ഈ വ്യക്തികൾ സ്ഥിരമായിട്ട് നമ്മളെ കംപ്ലൈന്റ് ചെയ്യുന്നു, അതായത് നമ്മളെ കുറിച്ച് കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും അത് മോശമായി പോകുന്നു, നമ്മൾ എന്ത് ചെയ്താലും അത് ശുഭകരമായിട്ട് പോകില്ല, നമുക്കൊരിക്കലും പണം ഉണ്ടാക്കാൻ സാധിക്കില്ല, അത് നിന്റെ തലവിധിയാണ്, ഇങ്ങനെ എത്രയോ നെഗറ്റീവ് വാക്കുകൾ നമുക്ക് ഡെയിലി പറഞ്ഞു തരുന്ന ആൾക്കാർ. സ്ഥിരമായിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നവര് നമ്മൾ പറയുന്ന ഓരോ വാക്കിനെയും വളച്ചൊടിച്ചുകൊണ്ട് അവരുടേതായിട്ട് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എടുക്കുന്നു, നമ്മളുടെ ജീവിതം ഇങ്ങനെയായി മാറുന്ന സ്വയം അവർ തന്നെ തീരുമാനം എടുക്കുന്നു. ഇങ്ങനെ എത്ര വ്യക്തികൾക്കിടയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങളും ഇതേ രീതിയിൽ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്നുണ്ടോ, നിങ്ങളുടെ മനസ്സും ഈ രീതിയിലാണോ പോകുന്നതെന്ന് കൂടെ ആലോചിക്കുക. മറ്റുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ആദ്യം ഞാൻ എങ്ങനെയാണെന്ന് കൂടി ആദ്യം മനസ്സിലാക്കാം. ഇനി ഇങ്ങനെയുള്ള ധാരാളം എനർജി വാമ്പയേഴ്സ് നമുക്ക് ചുറ്റിനും ഉള്ളപ്പോൾ നമ്മൾ എപ്പോഴും ഗ്രോത്തിലേക്ക് നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നേടണം എന്നുണ്ടെങ്കിൽ, അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ ഈ വ്യക്തികളെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഗ്രോത്തിലേക്ക് പോകാൻ പറ്റില്ല. അതിന് പകരം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് എല്ലാവരെയും, ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ വ്യത്യസ്തരായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവരെ ആ രീതിയിൽ ഒരു വ്യക്തിയായിട്ട് മാറ്റി ഏത് കാര്യത്തിലും കുറ്റം കണ്ടെത്തുക, ഏത് കാര്യത്തിലും നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുക, ഏത് കാര്യത്തിലോടും സന്തോഷത്തോടെ അതിനെ കാണാനും, അല്ലെങ്കിൽ ഒരാൾക്കൊരു നന്ദി പറയാനോ, പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യാനോ, താങ്ക്സ് പറയാനോ, കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനോ അറിയാത്തവരായിരിക്കാം. അത് അവരുടെ ലൈഫിൽ അവർ നേരിട്ട സാഹചര്യങ്ങൾ, അവർ കടന്നുപോയ സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മളുടെ ഗ്രോത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാം. അത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത്. ആദ്യത്തത്, വളരെ പൊളൈറ്റ് ആയിട്ട് നോ പറയാൻ പറ്റുന്ന വ്യക്തികൾ നമുക്കുണ്ട് എങ്കിൽ അവരോട് അവർ പറയുന്ന ചില വാക്കുകൾ അല്ലെങ്കിൽ കാര്യങ്ങളോട് നമ്മൾ പൊളൈറ്റ് ആയിട്ട് തന്നെ പറയുക, നിങ്ങൾ പറയുന്ന വാക്കുകൾ എനിക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ദയവായിട്ട് എന്നോട് അങ്ങനെ സംസാരിക്കുന്നത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പറയാൻ പറ്റുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക. ഇനി നമ്മളുടെ ജീവിത പങ്കാളിയാണ്, എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരോട് നമുക്ക് ചിലപ്പോൾ പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ആ സമയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സൈലൻസ് എന്ന് പറയുന്നത്. ചില വ്യക്തികൾക്ക് മുമ്പിൽ നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുക. നമുക്കറിയാം ആ ഒരാള് എന്റെ അടുത്ത് വരുമ്പോൾ സംസാരിക്കുന്നത് തന്നെ ഈ രീതിയിലാണ് എന്ന് ഓൾറെഡി നമുക്ക് അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് മുമ്പിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ പല ആക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ തീരുമാനങ്ങൾ, നിങ്ങൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്സും എല്ലാവരോടും പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നമുക്ക് നെഗറ്റിവിറ്റി പകർന്നിരുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ അവരോട് ഒരിക്കലും നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറയാതിരിക്കുക. പകരം എവിടെ പറയുക, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന, നിങ്ങൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ചുറ്റുപാടുകൾ ഉണ്ടെങ്കിൽ അവരോട് വേണം പോയി കാര്യം പറയാൻ. അങ്ങനെയാണെങ്കിൽ അവർ കുറച്ചും കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പകർന്നു തരും. അതായത് ആഗ്രഹം എന്നൊരു വിത്ത് വളരാൻ വേണ്ടിയിട്ട് ഉള്ള വെള്ളവും വളവും ഒക്കെ ഇങ്ങനെയുള്ള പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ നമുക്ക് തരും. അതുകൊണ്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് വളരെ പൊളൈറ്റ് ആയിട്ട് നോ പറയാൻ പറ്റുന്ന ആൾക്കാരോട് നോ പറയുക. അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് സൈലൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികൾ അയൽവക്കത്തുള്ളവരോ കസിൻസോ റിലേറ്റീവ്സോ ആരോ ആയിക്കോട്ടെ, ഈ ഒരു വ്യക്തി എന്റെ അടുത്ത് വന്നാൽ ഇതേ പറയുള്ളൂ, ഇത് നമ്മൾ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുക. ഇവരിൽ നിന്നും നല്ലൊരു വാക്ക് കിട്ടിയാൽ അത് ബോണസ് ആണെന്ന് കരുതി സന്തോഷിക്കുക. അതല്ലെങ്കിൽ മനസ്സൊരുക്കുക, നമ്മൾ അത് മനസ്സുകൊണ്ട് സൈലന്റ് ആയിട്ടിരിക്കുക. ഒരു കാര്യവും അതിൽ റെസ്പോണ്ട് ചെയ്ത്, കാരണം ഇവര് പറയാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, മനസ്സുകൊണ്ട് ആദ്യമേ നിശ്ചയിക്കുക. അതിനുശേഷം വളരെ സന്തോഷത്തോട് സൈലന്റ് ആയിട്ടിരുന്ന് കേൾക്കുക. ഈ ചെവിയിൽ കേട്ട് ഈ ചെവിയിലൂടെ കളയുക. നമ്മൾ ഒന്നും മനസ്സുകൊണ്ട് എടുക്കരുത്. കാരണം ഒരു റീസൺ എന്ന് പറയുന്നത്, ഇവര് നമ്മളുടെ എനർജി ട്രെയിനേഴ്സ് ആണെന്ന് പറഞ്ഞു. നമ്മളുടെ ഊർജ്ജം എവിടെയാണ് ഇരിക്കുന്നത്? നമ്മളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇവര് പറഞ്ഞിട്ട് പോകും. അവര് പിന്നീട് നമ്മളെ കുറിച്ച് ഓർക്കുക പോലും ഇല്ല.
അവരൊരു വാക്ക് പറഞ്ഞിട്ട് ആ വഴി അങ്ങ് പോകും. അവര് പിന്നീട് നമ്മളെ കുറിച്ച് ചിന്തിക്കാനോ ഇല്ല. അവര് ചിലപ്പോൾ മറ്റൊരാളെ കുറിച്ചായിരിക്കും ആ സമയം വേറൊരാളെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ആ ടൈമില് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇയാള് പറഞ്ഞ ഈ ഒരു ഒറ്റ സെന്റൻസ്, ഈ ഒരു ഒറ്റ വാക്ക്, നീ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ നിന്നെ കാണാൻ ഒട്ടും കൊള്ളില്ല, നീ വല്ലാണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നീ ഭയങ്കരമായിട്ട് തടിച്ചിരിക്കുന്നു, ഇങ്ങനെ ഒരാളൊരു വാക്ക് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സാധാരണ അത് കേട്ട് അന്ന് വരെ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു സെൽഫ് ലവ്, ഒരു നിങ്ങളോട് തോന്നിയിരുന്ന സ്നേഹം ഈ ഒരു ഒറ്റ വ്യക്തി പറഞ്ഞ വാക്കിൽ ചിലപ്പോൾ നഷ്ടപ്പെടും. പക്ഷെ ആ വ്യക്തി ഒരു 100 പേരോട് ഇത് വ്യത്യസ്തമായിട്ട് ഈ രീതി പറയുന്നുണ്ടായിരിക്കാം. മറ്റുള്ള ആൾക്കാർക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള സമയമൊന്നുമില്ല. നമുക്ക് നോക്കേണ്ടതാണ് നമ്മളുടെ സന്തോഷവും നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ടൈമും നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ വേണം ഫോക്കസ് ചെയ്യാനായിട്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പ്രാക്ടീസ് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. ഇമോഷണലി മനസ്സുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക. എങ്ങനെ മാറി നിൽക്കാം? അവരോട് മിണ്ടാണ്ടിരിക്കുക, ദേഷ്യം കാണിക്കുക, ഇങ്ങനെയല്ല. മനസ്സുകൊണ്ട് തന്നെ ഡിറ്റാച്ച് ചെയ്യുക. അതായത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, അത് ലൈഫിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രം. ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു കാര്യവും ചെയ്തതിന് ശേഷം അതിനൊരു റിസൾട്ട് ഉണ്ടായതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അല്ലാതെ നമ്മളൊരു കാര്യത്തിന് തുടക്കം ഇടുന്നത് മുതൽ ഓരോ ആൾക്കാരെയും ഫോൺ ചെയ്യുകയോ ഞാനിങ്ങനെ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഇങ്ങനെയുള്ള വ്യക്തികൾ നമുക്ക് ചുറ്റിനുമുണ്ട് എങ്കിൽ ഒരു കാര്യം ചെയ്ത് അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ഫൈനൽ റിസൾട്ടിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ആ സന്തോഷം നമ്മൾ ഷെയർ ചെയ്യുക. ഓക്കെ, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഇമോഷണലി നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും ഒന്ന് ഡിറ്റാച്ച് ചെയ്യുക. മൗനത്തോടെ നമ്മളുടെ പ്രവൃത്തിയിൽ മാത്രം ഏർപ്പെടാനായിട്ട് ശ്രമിക്കുക. പോയിന്റ് ആണ് പ്രൊട്ടക്ട് യുവർ എനർജി. നിങ്ങളുടെ ഉള്ളിലൊരു ഊർജ്ജമുണ്ട്. നിങ്ങൾക്ക് ചുറ്റിനും ഒരു പ്രകാശ വലയം ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എനിക്ക് ചുറ്റിനും എന്ത് വന്നാലും, ആരൊക്കെ എന്തൊക്കെ എന്നെ പറഞ്ഞാലും ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു എനർജി നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ആ ഒരൊറ്റ വിശ്വാസം മതി. മറ്റുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും ഇതൊന്നും നമ്മൾ കേൾക്കില്ല, നമ്മളുടെ ശ്രദ്ധയിൽപ്പെടില്ല. അല്ലെങ്കിൽ ഇതിനു മുമ്പ് കേട്ടപ്പോൾ ഇമോഷണലി നിങ്ങൾ ഡ്രെയിൻഡ് ആയി, നിങ്ങൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പുഞ്ചിരിയോടുകൂടി അവർക്ക് മറുപടി പറയാം. ഒന്നും പറയണ്ട, ജസ്റ്റ് എ സ്മൈൽ, അത് മാത്രം മതി. ആ ഒരു രീതിയിൽ നിങ്ങളുടെ സൂക്ഷിച്ചുകൊണ്ട് എനർജി എവിടേക്കും ഡ്രെയിൻഡ് ആകാതെ സൂക്ഷിക്കുകയാണെങ്കിൽ ആ എനർജി നിങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കും. ഇത് ചെയ്യാനായിട്ട് നമുക്ക് 2 കാര്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒന്ന് മെഡിറ്റേഷൻ, 2 വിഷ്വലൈസേഷൻ. അതായത് എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായി മെഡിറ്റേറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് രാവിലെ നിങ്ങളുടെ മനസ്സിന് ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് നിങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാ ദിവസവും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. ആദ്യത്തെ കുറച്ച് ഒരു മാസമൊക്കെ ചിലപ്പോൾ നമ്മൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആവും. പക്ഷേ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഗോൾസിലേക്ക് എത്താനായിട്ട് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ അതിനുശേഷം ചെയ്യാൻ നമുക്ക് വിഷ്വലൈസേഷൻ. അതായത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലൂടെ ആ കാര്യങ്ങളൊക്കെ നേടിയതായിട്ടൊന്ന് കണ്ണുകൾ അടച്ച് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ആ വരുന്ന ഇമേജസ്, അതിലൂടെ വരുന്ന കുറേ സാഹചര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചപ്പോൾ കുറേ വർഷം കഴിഞ്ഞ് നിങ്ങൾ നേടുന്നത്, നിങ്ങളുടെ അടിമുടി നിങ്ങളെ കാണാൻ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ, ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. എത്രത്തോളം ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നതാണ്. ആ സമയം നമ്മുടെ എനർജി വൈബ് കൂടുകയും നമ്മൾ ഒരു പ്രഭാവലയത്തിനുള്ളിൽ നമ്മൾ നിൽക്കുകയും പിന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും അതൊന്നും നമ്മുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യാത്ത രീതിയിൽ നമുക്ക് നമ്മളിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നു. ഫോക്കസ് ഓൺ സെൽഫ് കെയർ. ഇങ്ങനെയുള്ള എനർജി വാമ്പയേഴ്സ് നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ തന്നെ മറന്നു പോകാറുണ്ട്. നമ്മളെ കെയർ ചെയ്യാൻ മറന്നു പോകും. നമ്മൾ ആ സമയം പ്രാധാന്യം കൊടുക്കേണ്ടത് എവിടെയാണ്? നിങ്ങളെ തന്നെ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സന്തോഷം, മാനസികമായ ഉല്ലാസം, ഇവയ്ക്ക് എന്താണോ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റൊരു വ്യക്തിക്ക് എന്തും ആരോടും പറയാം എന്നുള്ള രീതിയിൽ അതിൽ നാവിന് ലൈസൻസ് എടുത്ത് വന്നവരാണ്. നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യണം? നിങ്ങളുടെ ഹോബീസിൽ, നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങൾ, അവിടേക്ക് യാത്ര ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ ഏറ്റവും മികച്ചതാണ് എന്ന് തെളിയിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളോട് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് ദിവസവും 1% അതിലേക്ക് ആഗ്രഹ പൂർത്തീകരണത്തിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ചെയ്യാം ലിമിറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ചില ആൾക്കാർ ഫോൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം വിളിക്കുന്നതേ ആരുടെയെങ്കിലും നുണയും ഗോസിപ്പൊക്കെ പറയാനാണ്. അങ്ങനെ ഒരു സാഹചര്യമുള്ള വ്യക്തികൾ നമ്മളെ വിളിക്കുകയാണെങ്കിൽ ആ സമയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഞാനിപ്പോ തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ വിളിച്ചാൽ മതി, അത്യാവശ്യമില്ല. അവരോട് ചോദിക്കാം എന്തെങ്കിലും അത്യാവശ്യം ആണോ വിളിക്കുന്നതെന്ന്. വാട്സപ്പിൽ വേണമെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം. വാട്സപ്പ് ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റുമോ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. അവര് പറയുന്നത് നമുക്കറിയാം കുറേ ഗോസിപ്സ് ആണ് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിർത്താനായിട്ട് ശ്രമിക്കാം. കാരണം നമുക്കത് കേൾക്കാനായിട്ടുള്ള സമയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് എംപവർ യുവർ സെൽഫ്. നമ്മളെ തന്നെ
പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റാനായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ പുതിയ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ച് കണ്ടെത്തുക, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ചുവടുകൾ വെക്കാനായിട്ട് എന്ത് ചെയ്യണം അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനായിട്ട് ഒത്തിരി സാഹചര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ ഒരുക്കിയിട്ടുണ്ട്. ധാരാളം മെന്റേഴ്സ് അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനെ കണ്ടെത്താനായിട്ടുള്ള ഗുരുവിനെ തേടുക. ഗുരുവിനെ തേടാനും നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ശരിയായ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്, നിങ്ങൾ പ്യൂർ ഇന്റൻഷനിലാണ്, നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിതീവ്രമായിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഗുരുവിനെ നമുക്ക് ഈ പ്രപഞ്ചശക്തി നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചു തരും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളിനെ തന്നെ നമ്മളുടെ അടുത്ത് കൊണ്ട് നമ്മളുടെ മുന്നിൽ കൊണ്ട് നമുക്ക് നിർത്തി തരും. അപ്പൊ നിങ്ങളെ സ്വയം എംപവർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോ ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യം, നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ഊർജത്തെ ഊറ്റിയെടുക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവയെ നമുക്ക് എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ബൗണ്ടറി എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞ സൈലൻസ്. എന്തായാലും നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകും. ഒഴിവാക്കാൻ പറ്റുന്നവരെ ഒഴിവാക്കുക. ചിലപ്പോൾ ചില ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കുറച്ച് ദിവസം മിണ്ടാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളോട് അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പിന് അത്രയും ഒരു ബോണ്ടിങ് ഉള്ളെങ്കിൽ അവർ തനിയെ നമ്മുടെ ലൈഫിൽ നിന്ന് പൊക്കോളും. അങ്ങനെ അല്ലാതെ ഉള്ള റിലേഷൻസ് നമ്മളുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണോ നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിൽ തന്നെ പ്രാധാന്യം കൊടുക്കുക. മറ്റു കാര്യങ്ങൾ ചുറ്റിനും സംസാരിക്കുന്ന ആൾക്കാർ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അവര് നോൺ സ്റ്റോപ്പ് ആകായിട്ട് എന്ത് വേണോ പറഞ്ഞോട്ടെ, പക്ഷെ അത് എന്നെ ബാധിക്കില്ല എന്നുള്ള രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസും വിഷ്വലൈസേഷനും നമ്മളുടെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ധാരാളം വീഡിയോസ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ലൈഫിൽ ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി മാറ്റം ഉണ്ടാകുന്ന എന്റെ ജീവിതം എനിക്ക് പകർന്നു തന്നൊരു പാഠമാണ്. ഇനി ഏതൊക്കെ ഇന്ത്യൻ പ്രസിഡന്റ് ആയാൽ പോലും പല ആൾക്കാര് അതിലും കുറ്റം പറയും. അങ്ങനെയുള്ള ഒരു ചുറ്റിനും ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് നമ്മൾ ഹാപ്പി ആയിരിക്കുക. എൻജോയ് ദിസ് മൊമെന്റ്. കഴിഞ്ഞ കാലത്തെ നമുക്ക് മറക്കാം. പുതിയ കാലത്തേക്ക് ഏറ്റവും മികച്ച കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇന്ന് നമ്മൾ ഹാപ്പി ആയിരിക്കുക, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി എന്നോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഞാനൊരു ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മെന്റലി നിങ്ങൾ മാനസികമായിട്ടുള്ള അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, വ്യക്തികൾ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, അതിലേക്ക് എത്താനായിട്ട് ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, ഇങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു ഗൈഡൻസും സപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. സമൃദ്ധി കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വീഡിയോയുടെ താഴെയുള്ള കമന്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മികച്ച മാറ്റങ്ങൾ സംഭവിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവയെല്ലാം പല വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും ഒരുപാട് അനുഗ്രഹങ്ങളായി നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വൈകുന്നേരം നമുക്ക് കാണാം. താങ്ക്